സാറിന്റെ ഫേസിൽ ടെൻഷൻ ഉണ്ടോ? ഇല്ല. ഞങ്ങൾക്ക് ഭയങ്കര ആകാംക്ഷയായിട്ട് നിൽക്കുവാണ് ഈ പടം ഒന്ന് ഇറങ്ങിയേച്ച് ഞങ്ങൾക്കൊന്ന് കാണാൻ പോകാനായിട്ട്. ചേച്ചി സാറെന്ന് വിളിക്കുന്ന ടെൻഷനാവും. അതെന്തിനാ? അതെന്താ വെച്ചാൽ ഒരു ഡയറക്ടറാണ്, ഒരു ഡയറക്ടറിന് കൊടുക്കേണ്ട റെസ്പെക്ട് ഐ ഷുഡ് ഗിവ്. ഞങ്ങളുടെ സ്കൂളിൽ അല്ലാതെ ഞാൻ ട്രൈ ചെയ്യാം, പക്ഷെ ഗ്യാരണ്ടി ഇല്ല കേട്ടോ. ഇദ്ദേഹം എത്ര ടെൻഷൻ പിടിച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു പടം ഇറങ്ങാൻ പോകുന്നതിന്റെ പകുതി ഭാരം ഏറ്റെടുത്തേക്ക് വന്നോ. ആദ്യമായിട്ടാണ് ഇങ്ങനെ കൂടെ വന്നിരുന്നത്. ഇവിടെ നമ്മള് വീഡിയോ ഒന്നും നോക്കല്ലേ, ഇത് നമ്മുടെ എന്നാ പറയാ, നമ്മുടെ സ്വന്തം പ്രേക്ഷകരുടെ ലിവിംഗ് റൂം ആയത്. നമ്മുടെയൊക്കെ വിശേഷം അറിയാൻ പിന്നെ അവർക്ക് എന്നാ വഴി അല്ലേ. എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു ഞാൻ പറയുമ്പോ തന്നെ. താങ്ക് യു. ചേച്ചിയുടെ സംസാരം പ്രോഗ്രാമിന്റെ ഹൈലൈറ്റ് അതാണല്ലോ. പിന്നെ ഇവിടെ വരുമ്പോ ഒട്ടും ആവശ്യമില്ല കേട്ടോ. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു സിനിമ വരുന്നു, അപ്പൊ സിനിമയുടെ വിശേഷങ്ങളൊക്കെ ഒന്ന് അറിയാം. ഈ പറഞ്ഞ പോലെ ഉള്ള നേര് പറയട്ടെ, നമ്മൾ ഈ പ്രേക്ഷകരെല്ലാവരും കുറെ നാളുകൾക്ക് ശേഷം ഈ ജോണർ എന്നാന്നുള്ളത് ഞങ്ങൾക്ക് അറിയാൻ മേല, പക്ഷെ ഈ ഒരു എന്താ പറയാ ലാലേട്ടന്റെ ശോഭനേച്ചിയുടെ ഒരു കെമിസ്ട്രി ഇത് കുറെ നാളായിട്ട് നമ്മൾ ആരും കാണുന്നില്ല. പിന്നെ ആണെങ്കിൽ ഒരു ഫാമിലിയുടെ ഒരു ഭയങ്കര ടച്ച് ആ മൂവിക്കകത്ത് വരുന്നുണ്ട്. അതൊന്ന് കണ്ടിട്ട് കുറെ നാളായി. ദൃശ്യം പോലാന്നോ? അയ്യോ ദൃശ്യം പോലെ. ദൃശ്യം കൾട്ട് സിനിമയാണ്, ഒരിക്കലും ദൃശ്യം പോലുള്ള സിനിമയല്ല. ഇൻവെസ്റ്റിഗേഷൻ ആണോ? ഇൻവെസ്റ്റിഗേഷൻ ഒന്നുമില്ല, ഒരു ഫാമിലി ഡ്രാമ. ആ ഫാമിലിയിൽ നടക്കുന്ന ചില ചെറിയ ട്വിസ്റ്റും ടേൺസും സസ്പെൻസുകളൊക്കെ ഉണ്ട്, പക്ഷെ അതൊക്കെ നമുക്ക് മനസ്സിന് താങ്ങാവുന്ന അതിഭീകരമായ ട്വിസ്റ്റുകളോ ഭീകരതകളോ ഇല്ല. പേടിക്കാനൊന്നുമില്ല. നമ്മുടെ ഒരു ഫാമിലി. എന്റെ ദൈവമേനെ സമാധാനം. എനിക്ക് അതാണ്, എല്ലാ കേരളത്തിലെ എല്ലാ കുടുംബങ്ങളും ഈ സിനിമ കാണാൻ വന്നാൽ ഞങ്ങൾ ഹാപ്പി. സത്യം വരും. എന്നാന്നോ ആ രായ്ചേട്ടന്റെ ഒക്കെ ക്യാരക്ടർ എന്ന് പറയുന്ന ഒരു കാർന്നോറുടെ ഒക്കെ വേഷം കണ്ടിട്ട് എത്ര നാളായെന്നെ. മറ്റേ നമ്മുടെ 90s ആണെങ്കിൽ ഒന്നെങ്കിൽ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ ചേട്ടൻ ഇല്ലേ, അല്ലെങ്കിൽ ശങ്കരാണി ചേട്ടനൊക്കെ, ഇവരൊക്കെ ആ കാർന്നോരായിട്ടൊന്ന് നടക്കുന്ന കാണാൻ തന്നെ എന്നാ രസമാണ്. ഒത്തിരിയും കാലത്തിന് ശേഷം സിനിമയില് ഈ ഒരു ചേഞ്ച് വരുക, ഇതിനു വേണ്ടി ചിന്തിച്ചത് കുറെ നാളായിട്ട് മനസ്സിലുള്ളതാണോ? അല്ല, അത് ആക്ച്വലി രഞ്ജിത്തേട്ടനാണ് ഈ പ്രോജക്റ്റ്. ഓൾറെഡി ഞാൻ വരുന്നതിന് മുന്നേ ഇവർക്കൊരു സ്റ്റോറിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഈ സൗദി വെള്ളമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കാണ് രഞ്ജിത്തേട്ടൻ വിളിച്ചിട്ട് നമുക്കൊരു സബ്ജക്ട് ചെയ്താലോ. അപ്പം അങ്ങനെ പിന്നീട് ഞാൻ വന്നപ്പോൾ എൻ്റെതായ കുറച്ച് കോൺട്രിബ്യൂഷൻസ് വെച്ചു. പിന്നെ സുനിൽ KR എന്നുള്ള റൈറ്ററുണ്ട്. ഞങ്ങൾ രണ്ടുപേരും കൂടി അതിനെ വലുതാക്കി. അപ്പം ഞങ്ങൾ അന്നും ഞങ്ങളുടെ ഉദ്ദേശം എന്ന് പറഞ്ഞതായിരുന്നു, നമുക്ക് കേരളത്തിലുള്ള ഞാൻ ഈ പറഞ്ഞ എല്ലാ കുടുംബത്തിനെയും തിയേറ്ററിൽ കൊണ്ടുവരണം, അവരെ രസിപ്പിക്കണം, അവരെ കണക്ട് ചെയ്യിക്കണം, ഇമോഷണൽ ആക്കണം, അങ്ങനെ ഇമോഷൻ. സത്യം പറഞ്ഞാൽ ഈ കണക്ട് ചെയ്യുമ്പോഴാണ് ഏറ്റവും കൂടുതൽ അല്ലേ, ഇത് നമ്മുടെ വീട്ടിൽ നടക്കുന്ന സെയിം സാധനമല്ലേ എന്ന് തോന്നും. അപ്പൊ ഞാൻ പറഞ്ഞപ്പോ പെട്ടെന്ന് അത് റിയാക്ഷൻ, അപ്പൊ അതെന്നതോ ഉണ്ടെന്നുള്ളത് മനസ്സിലായേ. ഞാൻ ഇച്ചിരി അങ്ങനെ ഇട്ട് ചോദിച്ചാൽ കഥ പറയുവേല. നമ്മുടെ വീടിന് തൊട്ടപ്പുറത്തൊരു ചേട്ടൻ ചേച്ചി, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ഒരു ചേട്ടൻ ചേച്ചി, നമ്മുടെ അച്ഛൻ അമ്മ വലിയച്ഛൻ എന്നൊക്കെ തോന്നുന്ന ഒരു മനുഷ്യൻ വേണ്ടി കേട്ടോ. ഈ കഥ ആദ്യമായിട്ട് പറഞ്ഞോ വീട്ടിൽ വന്ന് എടുക്കുന്നതിന് മുമ്പ്? കഥ കേട്ടായിരുന്നു? ക്രിട്ടിസൈസ് ചെയ്യുവോ? ഞാൻ പറയും അതിഭീകരമായിട്ട് കൊള്ളൂലെന്ന് പറയും. മൂത്തോക്കി പറയോ? ആദ്യം നമുക്കൊരു വിഷമമൊക്കെ എടുക്കണം, പിന്നെ റിയലൈസ് ചെയ്യും ശരിയാണ്, പിന്നെ നമ്മൾ മാറി ചിന്തിച്ച് പോകും. ആദ്യം അക്സെപ്റ്റ് ചെയ്യുമല്ലോ അല്ലേ? ഇല്ലേ, നിനക്ക് തോന്നിയതാ അങ്ങനെയൊക്കെ പറയോ? ഇല്ല, അങ്ങനെയൊന്നും പറയാറില്ല. ഇല്ല, എല്ലാ സ്ക്രിപ്റ്റും കഴിയുമ്പോൾ വായിക്കാൻ കൊടുക്കാറുണ്ട്. ഭയങ്കര ബുദ്ധിയാ. ബേസിക്കലി ബുക്സ് അങ്ങനെ വായിക്കുന്ന ഒരു ഫീമെയിൽ പെർസ്പെക്റ്റീവിൽ ഉള്ള റീഡിങ്, അതിന്റെ ഒക്കെ അഭിപ്രായങ്ങൾ ചിലപ്പോഴെന്തെങ്കിലൊക്കെ പറയാറുണ്ട്. അങ്ങനെയാണെങ്കിൽ കോൺട്രിബ്യൂട്ട് ഒന്നും ചെയ്യാറില്ല. എനിക്കറിയില്ല പറയുന്നത് ഇപ്പൊ ശരിയാവോ, അങ്ങനെ നമുക്ക് അറിയില്ലല്ലോ. സാധാരണ നമ്മൾ കാണുന്ന ഒരു വെറുതെ ഇപ്പൊ ലാലേട്ടനൊക്കെ ആണെങ്കിൽ നമ്മൾക്ക് ഭയങ്കര ഇതാണല്ലോ. അപ്പൊ ലാലേട്ടൻ അങ്ങനെ വന്നാ ഇഷ്ടാവും, ഇങ്ങനെ വന്നാ അങ്ങനെയൊക്കെ.